എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2026 വിവിധ പരീക്ഷകളിലായി PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ PSC ഏത് തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് ഇനിയുള്ള പരീക്ഷകളിൽ മനസ്സിലാക്കാൻ ഈ ചോദ്യങ്ങൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ചോദ്യങ്ങൾ നൽകുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം, അന്താരാഷ്ട്ര ഉച്ചകോടികളും അന്താരാഷ്ട്ര സംഘടനകളും അതിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് വരുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് PSC ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലൂടെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് പഠിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഏപ്രിൽ 2023. അതായത് നമുക്കറിയാം, വർഷങ്ങളോളം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി നിന്നിരുന്നത് ചൈനയാണ്. 2023 ഏപ്രിലിലാണ് ഇന്ത്യ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 2026 ഓസ്കാർ അവാർഡിന് അർഹയായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നമുക്കറിയാം, ഓരോ വർഷത്തെയും ഓസ്കാർ അവാർഡിൽ നിന്നെല്ലാം കറണ്ട് അഫയേഴ്സിൽ ചോദ്യങ്ങൾ വരുന്നു. അതിനുള്ളതിന് ഉദാഹരണമാണ് ഈ ചോദ്യം. ഇപ്പോൾ 2026 ഓസ്കാർ പോലും ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുള്ളതാണ് ഓസ്കാർ അവാർഡിൻ്റെ. അത് കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നതാണ് ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള 2026 ഓസ്കാർ അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സ് വേദിയായ സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി, ഇറ്റലി, മിലാനോ കോർട്ടീനയാണ്. ഇറ്റലിയിലെ മിലാനോ കോർട്ടീനയാണ് വിന്റർ ഒളിമ്പിക്സിന് വേദിയായത്. ഓപ്ഷൻ ഡി. ഇത്തരത്തിലുള്ള വേദികളും ശ്രദ്ധിച്ച് പഠിക്കണം. അടുത്ത ചോദ്യം, താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജോൺ എം മാർട്ടിനസ്. അതായത് 2026 നോബൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. 2025 നോബൽ പുരസ്കാരങ്ങളാണ് നിലവിൽ പുതുതായി നിൽക്കുന്നത്. ആ എല്ലാ നോബൽ പുരസ്കാരങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പഠിക്കാത്തവർ അത് നോക്കി പഠിക്കേണ്ടതാണ്. എല്ലാ പരീക്ഷകളിലും റിപ്പീറ്റായി ചോദ്യം വരുന്നതാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ സ്റ്റേഡിയം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. വീണ്ടും വേദികളുടെ ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയമാണ്. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം? ഉത്തരം ദീപാവലി. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ ദീപാവലി പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉസ്മാൻ ഡെംബലെയാണ് 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ.
അടുത്ത ചോദ്യം 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? ഉത്തരം തന്തപ്പേര്. തന്തപ്പേര് എന്ന ചിത്രത്തിനാണ് ഓഡിയൻസ് പോൾ പുരസ്കാരം 2025 ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ലഭിച്ചത്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പരീക്ഷകളിലും ചോദിച്ചു കണ്ട ഒരു ചോദ്യം. അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ യുവ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തി? ഉത്തരം ഓപ്ഷൻ ഡി, ജസ്റ്റിസ് ബി.ആർ. ഗവായ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയാണ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. അതേസമയം ഇപ്പോൾ നിലവിലുള്ളത് 53ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആ നമ്പർ വെച്ചിട്ട് പഠിക്കണം. അടുത്ത ചോദ്യം ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീ ഖ്യാനേഷ് കുമാർ. തിരഞ്ഞെടുപ്പ് കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണറും സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു ചോദ്യമാണ്. ശ്രീ ഖ്യാനേഷ് കുമാർ തന്നെയാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പോൾ ഇതിനു മുമ്പത്തെ ചോദ്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇങ്ങനെയുള്ള ഈ പദവികളിൽ ഇരിക്കുന്നവരുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതുതായി വന്നതും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി പഠിക്കുക. ഒരു പരീക്ഷയുടെ ചോദ്യങ്ങളിൽ തന്നെയാണ് വിവിധ നിയമനങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ തന്നെ ആ വീഡിയോയിൽ നിന്ന് ധാരാളം മാർക്കുകൾ ലഭിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് CPO പരീക്ഷയ്ക്ക് മുന്നോടിയായി നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും നമ്മൾ നൽകുന്നതായിരിക്കും. അടുത്ത ചോദ്യം മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഷാജി N കരുൺ. അടുത്ത ചോദ്യം 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഹർമൻ പ്രീത് കൗർ. നമുക്കറിയാം 2025 ICC വനിതാ ലോകകപ്പ് ചാമ്പ്യന്മാരായത് ഇന്ത്യ ആയിരുന്നു. അതിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹർമൻ പ്രീത് കൗർ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് 2026 2020 പുരുഷ ലോകകപ്പ്. അതിലും ചാമ്പ്യന്മാർ ഇന്ത്യയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ചോദ്യം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി, മോഹൻലാൽ. നമ്മുടെ ഒരു മലയാളിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് 1-2 പരീക്ഷകളിൽ ചോദിച്ചു. നമ്മൾ ഈ ഒരു ചോദ്യം മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സഞ്ജു സാംസൺ. നമ്മുടെ ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസണെയാണ് 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ചോദ്യം 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ എ 4.4%. അടുത്ത ചോദ്യം 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? വീണ്ടും ICC വനിതാ ലോകകപ്പിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയാണ്. രണ്ടാമത്തത് മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി.
അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് സൂര്യകാന്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ 52ാമത്തെ ചീഫ് ജസ്റ്റിസായി ചോദിച്ചു. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് 53ാമത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്താണ്. ശ്രദ്ധിക്കുക, നമ്പറും പേരും ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി EOS 09. ഈ സാറ്റലൈറ്റുകളുടെയും മറ്റും വിക്ഷേപണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും എല്ലാം ശ്രദ്ധിക്കണം. അതിൽ നിന്ന് പലതരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇതിനൊക്കെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അത് ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2026 ഫിഫ ലോകകപ്പ് വേദി. നമുക്കറിയാം 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ വർഷത്തെ 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. അതുകൊണ്ട് മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. ഫിഫ ലോകകപ്പിൻ്റെ വിശദമായ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കും. ഇനിയുള്ള പരീക്ഷകളിൽ അതിൽ നിന്ന് പലതരത്തിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം വീണ്ടും ഒരു നൊബേൽ പുരസ്കാര ചോദ്യമാണ്. 2023 രസതന്ത്ര നൊബേൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏതു കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ഞാൻ പറയുകയാണ്, 2026 ചോദ്യമാണ് ഇത്. 2026 പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതിൽ വീണ്ടും 2023 ചോദ്യം വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോബൽ പുരസ്കാര ജേതാക്കളെ പഠിക്കുമ്പോൾ മിനിമം ഒരു 3 വർഷത്തെങ്കിലും പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഉറപ്പായും അതിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനുമാണ് 2023 രസതന്ത്ര നോബൽ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സൊമാലിയ. നമ്മൾ സാധാരണ തന്നെ പറയുന്നതാണ് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രമായി സൊമാലിയ. ആ സൊമാലിയ തന്നെയാണ് 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ചും ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആയിരുന്നു. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായത്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി എൽദോസ് പോൾ ആണ്. 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം ഓപ്ഷൻ ഡി. വീണ്ടും ഒരു നോബൽ സമ്മാന ചോദ്യം. അത് 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? കഴിഞ്ഞ ചോദ്യം 2023 രസതന്ത്ര നോബലിനെ കുറിച്ചായിരുന്നെങ്കിൽ ഈ ചോദ്യം 2025 രസതന്ത്ര നോബലിനെ കുറിച്ചാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. നോബൽ 2025 നോബൽ സമ്മാന വീഡിയോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. അടുത്ത ചോദ്യം വീണ്ടും 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡോവറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം? ഒരു ചോദ്യത്തിൽ നമ്മൾ കണ്ടതാണ് ഭൗതികശാസ്ത്ര നോബൽ ജോൺ മാർട്ടിനസിനെ കുറിച്ച്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അതിൻ്റെ ഭൗതികശാസ്ത്ര നോബലാണ്. ഇനി അത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് ഇത് ഭൗതികശാസ്ത്ര നോബലാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം ഓപ്ഷൻ ഡിയിലേക്ക് പോകുന്നു. നൊബേൽ സമ്മാനം ഭൗതികശാസ്ത്രം. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അശ്വനി വൈഷ്ണവ്. അടുത്ത ചോദ്യം,
കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ 2025 പട്ടികജാതി വർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജപ്പാനാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. അത് വളരെ ശ്രദ്ധിക്കണം. അതെല്ലാം വേദികൾ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഹാൻകാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം. അപ്പോൾ 2023, 24, 25 3 വർഷത്തെ നൊബേൽ സമ്മാന ജേതാക്കൾ പഠിക്കുക. അടുത്ത ചോദ്യം, 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി? ഉത്തരം ഓപ്ഷൻ ബി, അനുരാധ താക്കൂറാണ് 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. അടുത്ത ചോദ്യം, സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്? ഉത്തരം ഓപ്ഷൻ സി, സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. ഈ ചോദ്യങ്ങൾ ചിലത് 2024 25 അതുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ വർഷത്തെ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത ചോദ്യം, 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സീൻ നദിയാണ് 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി. അടുത്ത ചോദ്യം, 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനം. ഉത്തരം ഓപ്ഷൻ ബി. നമ്മൾ 2026 PSC നടത്തിയ എല്ലാ പരീക്ഷകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അതിൽ റിപ്പീറ്റായി വന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ നിന്നും ഒഴിവാക്കിയത്. ബാക്കി എല്ലാ പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ അതിൽ നിന്നും ഒരു ട്രെൻഡ് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. 2023 24 25 രസതന്ത്ര നോബൽ സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചു. അതിൻ്റെ ഏത് വിഷയത്തിനാണ് അല്ലെങ്കിൽ ഏത് കണ്ടുപിടുത്തത്തിനാണ് അത് ലഭിച്ചതെന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാനും കൂടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ മനസ്സിലാക്കി ഒരു സ്മാർട്ട് വർക്ക് ചെയ്യാൻ കൂടി ഈ വീഡിയോ ഉപകാരപ്പെടുത്തണം. അപ്പോൾ അടുത്ത ചോദ്യം, 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജമീമ റോഡ്രിഗസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സെമി ഫൈനലിലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്ലെയർ ഓഫ് ദി മാച്ച്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും തരത്തിൽ പോലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലുള്ള മത്സരങ്ങൾ, അതായത് ഇപ്പോൾ ICC വനിതാ ലോകകപ്പ് 1 ഡേ മാറി ഇപ്പോൾ ICC വനിതാ 2020 ലോകകപ്പ് നടക്കുന്നു. തൊട്ട് മുമ്പ് പുരുഷ 2020 ലോകകപ്പ് നടന്നു. ഇപ്പോൾ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നു. അങ്ങനെയുള്ള മത്സരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ നൊബേൽ സമ്മാന ജേതാക്കളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എല്ലാം കൃത്യമായിട്ട് പഠിച്ചാൽ അതിൽ നിന്നെല്ലാം മാർക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഓരോരോ പദവികളിൽ അല്ലെങ്കിൽ നിയമനങ്ങളിലുള്ളവർ ഒരു പരീക്ഷയിൽ തന്നെ 3ഉം 4ഉം ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ വേദികൾ, ഓരോന്നിൻ്റെയും വേദികൾ, പിന്നെ നമ്മുടെ റോക്കറ്റുകളും വിക്ഷേപണങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായി സെലക്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും അതിന് ബെസ്റ്റായ ഒരു കാര്യമാണ്
നമ്മുടെ സ്ഥിരമായ കറണ്ട് അഫയേഴ്സ് പഠനം അഥവാ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അതിനായി നല്ല രീതിയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ചെന്ന് പഠിച്ച് അത് തെറ്റിക്കുന്നതിനേക്കാൾ ഓരോ ദിവസം പഠിക്കുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് ഉപയോഗപ്രദമാക്കുകയാണെങ്കിൽ ഇതിനെല്ലാതും നിങ്ങൾക്ക് എല്ലാ മാർക്കിലേക്കും നിങ്ങൾക്കത് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പം കൂടി ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഡെയിലി കറണ്ട് അഫയേഴ്സും നല്ലവണ്ണം പഠിക്കുക. ഈ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഏത് തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് വരുന്നതെന്ന് ആ ട്രെൻഡ് മനസ്സിലാക്കാനും ഇത് ഉപകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് ഇനി വരുന്ന പരീക്ഷകളിൽ കൃത്യമായി പഠിച്ച് നല്ല മാർക്കോടുകൂടി നല്ല റാങ്കോടുകൂടി ഉടനെ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ഇനിയുള്ള വീഡിയോസ് ലഭിക്കാൻ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.